ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ബാഡ് ബോയ്സ് സിനിമ ഫ്രാഞ്ചൈസിയിലെ പുതിയ സിനിമയായിട്ടുള്ള ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഇതിൽ നായകനായിട്ട് വരുന്ന എല്ലാവർക്കും അറിയാം വിൽ സ്മിത്ത് ആണ്. അതുപോലെ തന്നെ മാർട്ടിൻ ലോറൻസ് വരുന്നുണ്ട്. സോ അവരൊക്കെ സ്ഥിരമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഈ ഒരു സിനിമയെ കുറിച്ച് എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ബാഡ് ബോയ്സ് ഈ ഒരു സിനിമ കാണുന്നത് എല്ലാവരും മിക്കവാറും വിൽ സ്മിത്തിനും അതുപോലെ തന്നെ മാർട്ടിൻ ലോറൻസിനും കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. ഇത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് വേറെ കാര്യമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. സിനിമോട്ടോഗ്രാഫി നല്ല രസമായിട്ടുണ്ട്. ആസ് യൂഷ്വൽ ബാഡ് ബോയ് സിനിമകളൊക്കെ കാണുന്ന അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവര് തമ്മിലുള്ള ആ ഒരു കോമഡി കെമിസ്ട്രി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ മാർട്ടിൻ ലോറൻസിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ നല്ല രസമായിരുന്നു. അദ്ദേഹത്തിന്റെ കൗണ്ടറുകൾ, ഹെലികോപ്റ്ററിനകത്ത് ഇരുന്നിട്ടുള്ള ചില കൗണ്ടറുകൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നൈസായിട്ട് നമുക്ക് ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആള് പോണത്. അതുപോലെ തന്നെ ഇതിൽ വിൽ സ്മിത്തിന്റെ മകനായിട്ട് അഭിനയിച്ചൊരു പുള്ളിക്കാരനുണ്ട്. ആ ഒരു ക്യാരക്ടറും അത്യാവശ്യം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മാർട്ടിൻ ലോറൻസിന്റെ തന്നെ വീട്ടിലുള്ള ഒരാളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, റിജി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിന് ഒരു പൊസിഷനിൽ നല്ലൊരു എന്താ പറയാ നല്ലൊരു സീൻ ഇവർ അതിൽ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ സീനായിരുന്നു. ആക്ഷൻ സെറ്റ് പീസസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഒരു ഒന്ന് രണ്ട് ആക്ഷൻ സെറ്റ് പീസസ്, അതുപോലെ തന്നെ ഷൂട്ട് ഔട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു പടത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് വയസ്സായി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. മീൻസ് ഏജ് 50s കടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു തരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ഈ ഒരു പടത്തിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 2-3 ആക്ഷൻ സെറ്റ് പീസസുകളാണ് ഈ ഒരു സിനിമയിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഥയിലൊന്നും വലിയ പുതുമയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ സൗത്ത് ഇന്ത്യൻ സിനിമകളിലൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിലൊക്കെ കണ്ടുവരുന്ന സ്ഥിരം ചതി, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരം റിവഞ്ച് സാധനം, ഒരു എന്താ പറയുക, നമുക്ക് ത്രില്ലടിക്കാൻ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റോ ടേണോ ഒന്നും വരാൻ പാകത്തിന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് അത് അതേപോലെ തന്നെ വരുന്ന രീതിയിലുള്ള ഒരു പടം എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. ഈ ഒരു രണ്ടുപേരുടെ കെമിസ്ട്രി, അതായത് വിൽ സ്മിത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മാർട്ടിൻ ലോറൻസിന്റെയും ആ ഒരു കെമിസ്ട്രി തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സാധനം അത് 2-3 സ്ഥലത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഡിമാൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് തരാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇത് കണ്ടത് തന്നെ വിൽ സ്മിത്തിന് വേണ്ടിയിട്ടാണ്. വിൽ സ്മിത്തിന്റെ കുറച്ച് നാളായി ഇത്തരത്തിലുള്ള ഒരു റോള് കണ്ടിട്ട്. സോ അതിനു വേണ്ടിയിട്ട് കണ്ട ഒരു സിനിമയാണ്. അത് അതേപോലെ തന്നെ എനിക്ക് തോന്നിയ അതേപോലെ തന്നെ ആവുകയും ചെയ്തു. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. വില്ലൻ ആരാണെന്ന് നമുക്കറിയാം, അതൊക്കെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. 2 മണിക്കൂർ വെറുതെ കളയാൻ വേണ്ടിയിട്ട് കാണാവുന്ന ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തോന്നിയില്ല. കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒരു നല്ല തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഈ ആക്ഷൻ സീക്വൻസുകളിൽ വരുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. ലാസ്റ്റ് ഒരു മുതലയുടെ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.